നമസ്തേ. തനിക്ക് അധികാരം ലഭിച്ചാൽ 10 നിമിഷം കൊണ്ട് മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞത്. സതീശൻ മുഖ്യമന്ത്രിയായി 9ാം നാൾ മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കി. അങ്ങനെ മുനമ്പത്തുകാർ വഴിയാധാരമായി. തെരുവിലായവരിൽ ഭൂരിപക്ഷം പേരും ലത്തീൻ കത്തോലിക്കരുമാണ്. സതീശനെ അധികാരത്തിലേറ്റാൻ കൈമൈ മറന്ന് പ്രവർത്തിച്ചവരാണ് ലത്തീൻ സഭക്കാർ. സഭയുടെ മേൽപ്പട്ടക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് സഭാമക്കൾ. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു സിദ്ദീഖ് സേട്ടിന്റെ കുടുംബക്കാർ തിരുവിതാംകൂർ രാജാവിൽ നിന്നും കൃഷി ചെയ്യാൻ പാട്ടത്തിനെടുത്ത ഭൂമിയാണ് മുനമ്പം ഭൂമി. കടലിനും കായലിനും ഇടയിലുള്ള ഒരു ചെറിയ തുരുത്ത്. പാട്ടഭൂമിയുടെ കൈവശാവകാശിയായി സിദ്ദീഖ് സേട്ട് അവരോധിക്കപ്പെട്ടപ്പോൾ ഈ 404 ഏക്കർ ഭൂമി കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താനായി ഇഷ്ടദാനം കൊടുത്തു. അതിന് രേഖയുണ്ട് എന്ന് ഫാറൂഖ് ട്രസ്റ്റ് അവകാശപ്പെടുന്നു. ആ ആവശ്യത്തിന് അവർ ആ ഭൂമി ഉപയോഗിച്ചില്ല എങ്കിൽ ഭൂമി വഖഫായി തീരും എന്ന വ്യവസ്ഥയും ദാനാധാരത്തിലുണ്ട് എന്നും പറയപ്പെടുന്നു. അങ്ങനെ മുനമ്പം ഭൂമിക്ക് 2 അവകാശികളുണ്ടായി, ഫാറൂഖ് കോളേജ് ട്രസ്റ്റും വഖഫ് ബോർഡും. ഇതിനിടയിൽ ഫാറൂഖ് കോളേജ് ട്രസ്റ്റ് ഈ ഭൂമി അവിടുത്തെ കുടിയിടപ്പുകാർക്കും അല്ലാത്തവർക്കുമായി രൊക്കം പണം വാങ്ങി വിറ്റു. അങ്ങനെ തീറാധാരം വഴി ഭൂമി സ്വന്തമാക്കിയവരാണ് ഇപ്പോൾ അവിടെ പാർക്കുന്ന 604 കുടുംബങ്ങൾ. അവരാണ് അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമാകിയിരിക്കുന്നത്. ഈ ഇടപാടുകൾ നടത്തുന്ന കാലത്ത് ഫാറൂഖ് കോളേജ് ട്രസ്റ്റിന്റെ മാത്രമല്ല വഖഫ് ബോർഡിന്റെയും ഭരണാധികാരികൾ മുസ്ലിം ലീഗ് ആയിരുന്നു. ഈ 2 കൂട്ടരും കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ചതിയായിരുന്നു ഭൂമി വിൽപ്പന. ഇതിനിടയിൽ അച്യുതാനന്ദൻ സർക്കാരിന്റെ ഭരണകാലത്ത് വഖഫ് സ്വത്തുക്കളുടെ ദുരുപയോഗത്തെക്കുറിച്ച് വ്യാപകമായ ആരോപണമുയർന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ ജഡ്ജിയായ എം.എ. നിസാറിനെ 2008 കമ്മീഷനായും നിയമിച്ചു. ആ കമ്മീഷന്റെ രേഖകളിലാണ് മുനമ്പം ഭൂമി വഖഫിന്റേതാണെന്ന കണ്ടെത്തലുണ്ടായത്. എന്നാൽ ഈ ഭൂമി പ്രശ്നം സങ്കീർണമാണെന്നും അതുകൊണ്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയും പ്രസ്തുത ഭൂമി തീറാധാരം വഴി സ്വന്തമാക്കിയവർക്ക് നൽകുകയും ചെയ്യുമെന്നും നിസാർ കമ്മീഷൻ നിർദ്ദേശിച്ചു. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഇതിനിടയിൽ മുനമ്പത്തെ വഖഫ് ഭൂമി അനധികൃതമായി കയ്യേറിയവർ അനുഭവിച്ചു വരികയാണെന്നും ഭൂമി വീണ്ടെടുക്കാൻ ഉടൻ നടപടികൾ എടുക്കണമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും എം.എൽ.എയുമായ കെ.പി.എൻ. മജീദ് 2022 ഡിസംബറിൽ കേരള നിയമസഭയിൽ ഒരു ഉപക്ഷേപത്തിലൂടെ ആവശ്യപ്പെട്ടു. അതിനോട് പ്രതികരിച്ച് വഖഫ് മന്ത്രി വി. അബ്ദുൾ റഹ്മാൻ മുനമ്പം ഭൂമി വ്യാജ ഉടമകൾക്ക് നൽകിയിരുന്ന കരമടയ്ക്കാനുള്ള അവകാശം റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി. അങ്ങനെ കരമടയ്ക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും തീറാധാരം വഴി ഭൂമി വാങ്ങി കൈവശം വെച്ച് അനുഭവിക്കുന്നവരല്ല ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് 2021 തദ്ദേശവാസികൾ സമരം ആരംഭിച്ചത്. ഈ സമരക്കാരെ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ച പൊതുപ്രവർത്തകൻ ഞാനാണ്. 2021 തെരഞ്ഞെടുപ്പ് കാലം മുനമ്പം ലത്തീൻ കത്തോലിക്ക പള്ളിയിൽ ചേർന്ന പൊതുയോഗത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ചതിക്കപ്പെട്ടവരാണ് എന്ന നിങ്ങളുടെ ആരോപണം വസ്തുതയാണെന്നും ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. കാരണം നിങ്ങളുടെ ആവശ്യം തീർത്തും ന്യായമാണ്. മുനമ്പത്തുകാരിൽ 80% പേരും ഹൈബി ഈഡന് വോട്ട് ചെയ്തു എന്നതും വസ്തുത. ഹൈബിയും UDFും അന്നും ഇന്നും മുനമ്പത്തുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നതും വസ്തുതയാണ്. തുടർന്ന് BJP ന്യൂനപക്ഷ മോർച്ച ഈ പ്രശ്നത്തിൽ ഇടപെടുകയും എറണാകുളത്തെ വഖഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തതോടെയാണ് മുനമ്പം വഖഫ് പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ വന്നത്. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഉപാധികളോടെ ഒരു വസ്തുവും വഖഫ് ചെയ്യാൻ പറ്റില്ല. ഇസ്ലാം മതവിശ്വാസിയായ ഒരുവൻ അവന്റെ ഉടമസ്ഥതയിലുള്ള ഹലാലായ വസ്തുവകകൾ മുസ്ലിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അള്ളാഹുവിന്റെ നാമത്തിൽ യാതൊരു നിരുപാധിയും കൂടാതെ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന ഒരാൾ അയാളുടെ പൂർവികർക്ക് സർക്കാർ കൃഷി ചെയ്യാനായി പാട്ടത്തിന് നൽകിയ ഭൂമിയാണ് വഖഫ് ചെയ്തത്. പാട്ടഭൂമിയിൽ അന്ന്
സേട്ടിന് ക്രയവിക്രയാവകാശം ഉണ്ടായിരുന്നില്ല. ക്രയവിക്രയാവകാശമില്ലാത്ത ഭൂമി ഹലാൽ ഭൂമിയല്ല. അതുകൊണ്ട് മതവിശ്വാസ പ്രകാരം ആ ഭൂമി വഖഫ് ചെയ്യാൻ കഴിയില്ല. ആ ഭൂമി ആദ്യം ഫാറൂഖ് കോളേജ് ട്രസ്റ്റിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി നൽകിയെന്ന് ട്രസ്റ്റ് അവകാശപ്പെടുന്നു. അവർ ആ ആവശ്യത്തിനായി ഉപയോഗിച്ചില്ല എങ്കിൽ ആ ഭൂമി വഖഫ് ചെയ്യുമെന്ന വ്യവസ്ഥയും സേട്ട് നിർദ്ദേശിച്ചിരുന്നു എന്നും പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രസ്റ്റ് മുനമ്പം ഭൂമി വിറ്റ് പണം വാങ്ങിയത്. എന്നാൽ ഈ വിൽപ്പന അസാധുവാണെന്ന് വഖഫ് ബോർഡ് വാദിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമി വിൽപ്പന നടത്തുന്ന കാലത്ത് ഫാറൂഖ് കോളേജ് ട്രസ്റ്റിന്റെയും വഖഫ് ബോർഡിന്റെയും ഭരണം പാണക്കാട്ട് തങ്ങൾമാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗായിരുന്നു. ഈ വസ്തുത LDFും UDFും ഒരുപോലെ മറച്ചുവെക്കുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റും ബോർഡും ഒരുമിച്ച് ഗൂഢാലോചന നടത്തി മുനമ്പത്തുകാരെ ചതിച്ചു എന്ന് കരുതാനേ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കഴിയൂ. പ്രശ്നം രൂക്ഷമായപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ പിണറായി സർക്കാർ നിയോഗിച്ചു. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വഖഫ് ബോർഡ് തയ്യാറല്ല എങ്കിൽ ഭൂമി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഉടമസ്ഥർക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചു നൽകാമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷൻ നിയമനത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് വഖഫ് ബോർഡും മറ്റ് തൽപര കക്ഷികളും ഹൈക്കോടതിയെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് കമ്മീഷൻ നിയമന ഉത്തരവ് അസാധുവാണെന്നും വിധിച്ചു. സർക്കാർ അപ്പീൽ നൽകി. ജസ്റ്റിസുമാരായ അരവിന്ദ് ധർമാധികാരിയും ശ്യാംകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ നടപടി ശരിവെച്ചു എന്ന് മാത്രമല്ല, മുനമ്പം ഭൂമി മുഹമ്മദ് സിദ്ദീഖ് സേഠ് ഫാറൂഖ് കോളേജിന് ട്രസ്റ്റ് ദാനം നൽകിയതാണ് എന്ന് കണ്ടെത്തി സ്വീകരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ വഖഫ് ബോർഡ് ഭൂമി കയ്യേറ്റക്കാരായാണ് പ്രവർത്തിച്ചതെന്നും അവരുടെ വാദം അംഗീകരിച്ചാൽ നാളെ താജ്മഹലും സംസ്ഥാന സെക്രട്ടേറിയറ്റും എന്തിനേറെ കേരള ഹൈക്കോടതി കെട്ടിടം പോലും വഖഫ് സ്വത്തായി മാറുമെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇതിനെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി തൽസ്ഥിതി തുടരാൻ ഉത്തരവിടുകയും വിശദവാദത്തിനായി കേസ് മാറ്റിവെക്കുകയും ചെയ്തു. ഈ വസ്തുതർക്കം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് ഈ ഉമ്മീദ് പോർട്ടലിന്റെ രജിസ്ട്രേഷന്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെടും. കാരണം സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിയാണെന്ന് വിധിച്ചാൽ ഉമ്മീദ് പോർട്ടൽ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യപ്പെടും. ഫാറൂഖ് കോളേജ് ട്രസ്റ്റ് പറയുന്നതാണ് ശരിയെങ്കിൽ വഖഫ് ബോർഡ് കള്ളം പറയുന്നു. വഖഫ് ബോർഡ് പറയുന്നതാണ് ശരിയെങ്കിൽ ഫാറൂഖ് കോളേജ് ട്രസ്റ്റ് കളവ് പറയുന്നു. ഈ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിക്കുന്നതിന് 70 വർഷം മുൻപ് നടന്നതായി കരുതപ്പെടുന്ന ഇടപാടിൽ രണ്ടു കൂട്ടരും ഒരുപോലെ പങ്കുണ്ടായിരുന്നു എന്നേ കരുതാനാകും. അതുകൊണ്ടാണ് ട്രസ്റ്റ് ഭൂമി വിറ്റുകൊണ്ടിരുന്നപ്പോൾ വഖഫ് ബോർഡ് മിണ്ടാതിരുന്നത്. അന്ന് ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും നേതൃത്വം പാണക്കാട് തങ്ങൾമാർക്കും മുസ്ലിം ലീഗിനുമായിരുന്നു. തുടർന്ന് വർഷങ്ങളിലും ഈ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം മുസ്ലിം ലീഗിൽ നിക്ഷിപ്തമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ വഖഫ് ചെയർമാൻ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വഖഫ് ചെയർമാനായി ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ അദ്ദേഹം കോളേജ് ട്രസ്റ്റിനെതിരെ യാതൊന്നും മിണ്ടിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ മുനമ്പം ഭൂവുടമകൾ എന്തുകൊണ്ടാണ് ഫാറൂഖ് ട്രസ്റ്റിനും വഖഫ് ബോർഡിനും വ്യാജരേഖകൾ ചമച്ച് വഞ്ചന നടത്തി അവരുടെ പണവും ഭൂമിയും തട്ടിയെടുത്തതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്തതെന്നും മനസ്സിലാകുന്നില്ല. ലത്തീൻ സഭ വിശാല ന്യൂനപക്ഷ ഐക്യത്തിനു വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗിന് അപ്രിയമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യില്ല. മാത്രമല്ല, മുസ്ലിം സമുദായം സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾ സ്മരിക്കുമ്പോൾ മുനമ്പത്തെ വിശ്വാസികളെ അവഗണിക്കുന്നതാണ് ലാഭം. ഈ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് മുഖ്യമന്ത്രി സതീശൻ ഞഞ്ഞാവിഞ്ഞ പറയാനാണ് സാധ്യത. ഹിന്ദു രക്ഷാ മമാദി